ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് തിരുവനന്തപുരം വരാനായിട്ട് നമ്മൾ പുതിയ ആലപ്പുഴ വഴി തിരുവനന്തപുരം പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഞാൻ ഒരു മാസം മുന്നേ കോട്ടയം വഴി തിരുവനന്തപുരം പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ ഫുഡിനെ കുറിച്ച് മാത്രമേ ഞാൻ അതിലിട്ടിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഈ ട്രെയിനിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കാണിച്ചു തരും. ട്രെയിൻ ഇതാ വരികയാണ്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 206331 കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളിതാ ട്രെയിനിൽ കയറി. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. നമ്മൾ പ്രസ് ചെയ്താണ് നമ്മൾ അകത്ത് കയറുന്നത്. നമ്മൾ കയറി ഇരുന്ന ഉടനെ തന്നെ ഒരു കുപ്പി വെള്ളം കിട്ടി. ഒരു കുപ്പി വെള്ളം കഴിഞ്ഞിട്ടോ ഇതാ വരുന്നു സ്നാക്സ്. 2 ബിസ്ക്കറ്റും പിന്നെ ഒരു ടീ ഉണ്ടാക്കാനുള്ള ഒരു കിറ്റും പിന്നെ നല്ലൊരു ചൂടുള്ളൂ. പൊട്ടിക്കാൻ ടഫ് ഉണ്ടായിരുന്നില്ല ഗൈസ്, നല്ല എളുപ്പമായിരുന്നു. സക്സസ്. ഞാനങ്ങനെ ചായ ഉണ്ടാക്കി ഗൈസ്. ചായയും പിന്നെ നല്ലൊരു 2 കഷ്ണം ബിസ്ക്കറ്റും നല്ല രുചി ഉണ്ടായിരുന്നു. കണ്ടു ഗൈസ്, നല്ലൊരു ബിസ്ക്കറ്റും പിന്നെ നല്ലൊരു ചായയും ഗൈസ്. പിന്നെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഉണ്ട്, നമ്മൾ ഏത് കോച്ചാണുള്ളത്. പിന്നെ ആ ഹിന്ദിയിൽ കാണിക്കുന്ന വാർണിങ്സ് ആണ്. പിന്നെ അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷിൽ വരെ പറഞ്ഞു തരും. അതും കൂടാതെ അതിന് അനൗൺസ്മെൻറ്റുകളും ഉണ്ടാവും. ഇത് നമ്മളിരിക്കുന്ന സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ഇത് തൊട്ട് താഴെ തന്നെ, സീറ്റിന് തൊട്ട് താഴെ തന്നെ 110 വോൾട്ടുള്ള ഒരു വലിയ പവർ സോക്കറ്റ്. ഇത് പവർ സോക്കറ്റ് മാത്രമല്ല, വേറെ USB ചാർജിങ്ങും അവൈലബിൾ ആണ്. പിന്നെ നമ്മളിരിക്കുന്ന സീറ്റ് 38 39, 38 അയൽ 39 വിൻഡോ. പിന്നെ ഇതിൽ റീഡിംഗ് ലാമ്പ് ഉണ്ട്. നമ്മൾ വെറുതെ ടച്ച് ചെയ്യുമ്പോൾ റീഡിംഗ് ലാമ്പ് ഓണാവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന് തൊട്ട് മുകളിൽ ലഗേജ് റാക്കാണ്. പിന്നെ നല്ലൊരു വ്യൂ. ഞാനങ്ങനെ വാഷ്റൂമിൽ പോകുന്നതാണ്. അപ്പോൾ വാഷ്റൂമിനകത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതുകൊണ്ട് ഇത് വെസ്റ്റേൺ സ്റ്റൈൽ വാഷ്റൂമാണ്. വെസ്റ്റേൺ സ്റ്റൈൽ വാഷ്റൂം. ഇവിടെ ഇത് സിഗരറ്റ് വലിക്കാൻ പാടില്ല, അങ്ങനെ വേസ്റ്റ് ഒന്നും ആരും ഇതിൽ വലിച്ചു വാരിയിടാൻ പാടില്ല. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. പിന്നെ കൈ പിടിക്കാനുള്ള ഇതുണ്ട്, ഇങ്ങനെ വീഴാമെന്ന് തോന്നുകയാണെങ്കിൽ. പിന്നെ ഇത് ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ വേറൊരു ഹാൻഡ് വാഷ് ഉണ്ട് അപ്പുറത്തെ സൈഡ്. പിന്നെ ഇത് ഡോർ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്, ഇങ്ങനെ കറക്കി ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇനി ഇപ്പുറത്ത് പിടിക്കാനായിട്ട് ഒരു കൈപിടിയുണ്ട്. പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു പൈപ്പുണ്ട്. പിന്നെ മുകളിൽ ഫ്ലഷ് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ അതിൽ റെഡ് കളർ കാണിക്കുകയാണെങ്കിൽ വർക്കിംഗ് അല്ല, പച്ച കളർ കാണിക്കുകയാണെങ്കിൽ വർക്കിംഗ് ആണ്. പിന്നെ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക് ഹാൻഡ് ഡ്രയർ വരെ ഉണ്ട് ഗൈസ് ഈ ബാത്റൂമിനകത്ത്. നല്ല രസമുള്ള ബാത്റൂമാണ്. പിന്നെ നല്ല ഹൈജീനാണ്, നല്ല ക്ലിയർ ആണ്. ഇതാണ് ആ ഡോറ്. വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, ഇന്ത്യൻ സ്റ്റൈലുണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. തൊട്ട് മുകളിൽ തന്നെ ഒരു എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഇൻറ്റീഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ, അവിടെയാണ് ഈ കോച്ച് നിർമ്മിച്ചത്. ജൂലൈ 2023 ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഓട്ടോമാറ്റിക് ഡോർ. അപ്പോൾ ഇത് ഒരിക്കലും ചാടി നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്ങനെ ചെയ്തത്. മുകളിൽ ക്യാമറ ഉണ്ട്, അവർക്ക് കാണാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ. അപ്പോൾ അവർ ഉടനെ ഒന്ന് പിടിക്കും. പിന്നെ കൈപിടിയുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ചർക്കാണ്ട് ഇങ്ങനെ മെല്ലെ സൂക്ഷിച്ച് നിൽക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഇത് ഈ ടോക്ക് ബാക്ക് യൂണിറ്റ്, അതായത് ഏതെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പൈലറ്റിൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഡോർ വഴി നമ്മൾ തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് കയറുകയാണ്. പിന്നെ വെളിയിലുള്ളൊരു വ്യൂ. പിന്നെ നല്ല ലെഗ് റൂമുണ്ട് ഇത് തമ്മിൽ. പിന്നെ ടേബിൾ ഇങ്ങനെ മടക്കാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ ആക്കാനും പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് വേറെ സൈഡിലൊരു ബട്ടൺ അമർത്തി നമുക്ക് ഇങ്ങനെ പുറകോട്ടാക്കാം, മുന്നിലോട്ടാക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ പിന്നെ ആംറസ്റ്റ് ഉണ്ട്, നമുക്ക് മുന്നിലേക്കും പുറകോട്ടും ആക്കാൻ പറ്റും ആംറസ്റ്റ്. പിന്നെ ഇത് എമർജൻസി ഫയർ അലാമാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കൊച്ചിൻ വിമാനത്താവളം. നമ്മൾ ഇതുവഴി പോയപ്പോൾ കാണാൻ പറ്റി. നല്ല വലിയ വിമാനത്താവളമാണ് ഗൈസ്. നിറയെ പ്ലെയിനുകൾ നമ്മൾ ഇവിടെ വെച്ച് കണ്ടു. ഈ വിമാനത്താവളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിമാനത്താവളം ഫുള്ളി മറ്റേ സോളർ പാനൽ വെച്ചാണ് ഇവർക്ക് ഈ കറണ്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. ഇത് കണ്ടു ഗൈസ്, പ്ലെയിൻ പോകുന്നത്. വിമാനത്താവളം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡ് KSRTCൻ്റെയാണ്. നിറയെ ബസ് ഉണ്ടായിരുന്നു. KSRTC, തമിഴ്നാട് ബസ് എല്ലാം ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല വലിയ സ്റ്റാൻഡായിരുന്നു ഗൈസ്. സൂപ്പർ ഫാസ്റ്റുകൾ ബസ്സൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ എത്തി. പിന്നെ ആ ഒരു സ്റ്റേഷനെത്തി. പിന്നെ ആ സ്റ്റേഷൻ കഴിഞ്ഞ് ആലപ്പുഴ എത്തി. പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ ഫുഡ് വന്നത്. നമ്മൾ വെജാണ് എടുത്തിരിക്കുന്നത്. വെജിനുള്ള ഫുഡ് ഞാൻ കാണിച്ചു തരാം. നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് പാക്കിംഗ് ആണ് ഇത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. പിന്നെ വെജായിരുന്നു. നമ്മുടെ പ്ലേറ്റും നല്ല പച്ച കളറിലാണ് വരുന്നത്. ഈ മീലിൽ നമുക്ക് റൈസ് ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു,
പിന്നെ പായസം ഉണ്ടായിരുന്നു ഡെസേർട്ടായിട്ട്, പിന്നെ തൈരുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ലൊരു യാത്രയായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ. പിന്നെ നമ്മളിത് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു.